നിരീശ്വരവാദി നേതാവായ സി രവിചന്ദ്രൻ നടത്തിയിട്ടുള്ള ഒരു പച്ചയായ തട്ടിപ്പ് നമ്മൾ ഇതിനെ കയ്യോടെ പിടികൂടി ഏൽപ്പിച്ചിരുന്നു. ഇന്നതിന്റെ വിശദീകരണമോ അല്ലെങ്കിൽ ന്യായീകരണമൊക്കെ വന്നിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ വീഡിയോയിൽ രവിസാർ എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ പല ആളുകളും പറഞ്ഞു ഇത്ര വലിയ തട്ടിപ്പൊക്കെ നടത്തുന്ന ഒരാളെ സാർ എന്നൊക്കെ വിളിക്കേണ്ടതുണ്ടോ? പക്ഷെ ഇന്നത്തെ വിശദീകരണം കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ന്യായീകരണം കേട്ടപ്പോൾ എനിക്കും തോന്നുന്നത് അങ്ങനെ വിളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. കാരണം ഇന്നലെ നമ്മൾ പിടിച്ചതിനേക്കാൾ വലിയ തട്ടിപ്പാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. ആരും ഞെട്ടിപ്പോകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും, നിങ്ങൾ നിരീശ്വരവാദിയോ എക്സ് മുസ്ലിമോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധനോ ഇസ്ലാം വിരുദ്ധനോ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് ഈ രവിചന്ദ്രൻ നടത്തിയിട്ടുള്ള തട്ടിപ്പ് കണ്ടാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും വലിയൊരു തട്ടിപ്പ്. അതായത് ഒരു വീഡിയോന്റെ ഒരു ഭാഗം കാണിക്കുക, ബാക്കി ഭാഗം കട്ട് ചെയ്യുക, പിന്നെ അതിന്റെ ഇടയിലുള്ള ഭാഗം കാണിക്കുക, അതിന്റെ ബാക്കി ഭാഗം കട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പാണ് ഇന്ന് ഈ രവിചന്ദ്രൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ മോശക്കാരാക്കാൻ എന്തും ചെയ്യുന്ന, അങ്ങനെ മോശക്കാരാക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പിന്നെ മെന്റൽ ഓർഗാസം, അതിനെ ഞാൻ രവിമൂർച്ച എന്നാണ് ഇനി മുതൽ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തരം രവിമൂർച്ച അനുഭവിക്കുന്ന ചില ആളുകൾ, അതിന്റെ നേതാവാണ് രവിചന്ദ്രൻ എന്നുള്ളത് കൊണ്ടാണ് രവിമൂർച്ച എന്ന് ഉപയോഗിക്കുന്നത്. അത്രയും വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടാണെങ്കിലും പച്ചയായി 20 വർഷത്തോളമായി, നമ്മൾ ഈ വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, 20 വർഷത്തോളമായി എക്സ് മുസ്ലിമായി മുസ്ലിങ്ങളെ വിമർശിച്ച്, ഇസ്ലാമിനെ വിമർശിച്ച്, പ്രവാചകനെ വിമർശിച്ച്, അങ്ങനെ അതേപോലെ തന്നെ ഇസ്ലാമോഫോബായി റൈറ്റ് വിങ്ങിന്റെ കൂടെ നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളൊരു ഭീകരാക്രമണം നടത്തിയപ്പോൾ, അങ്ങനെ ഒരു എക്സ് മുസ്ലിമായ ഒരു വ്യക്തി ഭീകരാക്രമണം നടത്തിയപ്പോൾ അതും പിടിച്ച് മുസ്ലിങ്ങളുടെ പേരിൽ ഇടുക എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ഭീകരമായ തട്ടിപ്പ് നടത്താൻ മാത്രം വലിയ അത്രത്തോളം രവിമൂർച്ച അനുഭവിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നു എന്നുള്ളത് വളരെയധികം ഭയാനകമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ തീർച്ചയായും നമ്മളെല്ലാവരും പേടിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രത്തോളം തട്ടിപ്പ് പച്ചയായ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി ചെയ്യാൻ മടിക്കാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ ഇതേപോലെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടില്ല എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളത് ഇന്നത്തെ ന്യായീകരണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇന്നലെ പിടിച്ച വിഷയം, അതായത് ഒരു വലിയൊരു ട്വീറ്റ് അല്ലെങ്കിൽ ഒരു ത്രെഡിൽ നിന്നും അസ് ആൻഡ് ദം എന്നുള്ള 2 പദങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ കട്ടുമുറിച്ചുകൊണ്ട് രവിചന്ദ്രൻ അയാളെ മുസ്ലിമാക്കാൻ നോക്കി നമ്മൾ ഇന്നലെ പിടിച്ചിരുന്നു. അതിൽ തന്നെ അതിന്റെ തൊട്ട് ബാക്കി ഭാഗത്ത് ഫോർമർ മുസ്ലിംസിന് വേണ്ടിയാണ് എന്ന് വെച്ചാൽ അസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് സൗദിയിലുണ്ടായ എക്സ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ തെളിയിച്ചിരുന്നു. അതിന്റെ ട്വീറ്റുകളൊക്കെ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ചൊന്നും മൂപ്പർക്കൊന്നും മിണ്ടാനില്ല. ഒരു തട്ടിപ്പ് നടത്തിയാൽ അത് ഓക്കെ, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അതിനെ പറയണ്ടേ? ഇല്ല, അത് ഒന്നും വിശദീകരിക്കാതെ പുതിയ ന്യായീകരണങ്ങളിലേക്കും പുതിയ തട്ടിപ്പുകളിലേക്കും നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ഒരു ദിവസത്തേക്കാൾ കുറച്ചുകൂടി നല്ലതായിരിക്കണം അടുത്ത ദിവസം എന്നൊക്കെ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. ഇതുപോലെ രവിചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ദിവസം നടത്തിയ തട്ടിപ്പിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട തട്ടിപ്പായിരിക്കണം അടുത്ത ദിവസം നടത്തേണ്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് രവിചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ ചെയ്ത തട്ടിപ്പ് ഇന്ന്, അതായത് ഈ 20 വർഷത്തോളമായി എക്സ് മുസ്ലിമായ സൗദിയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ എക്സ് മുസ്ലിങ്ങളെ ജർമ്മനിയിലേക്കും യൂറോപ്പിലേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന, അതേപോലെ തന്നെ ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പിനെതിരായിക്കൊണ്ട് ഞാൻ എന്തും ചെയ്യും, ഞാൻ അതിനുവേണ്ടി യുദ്ധം ചെയ്യാനും റെഡിയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബ്, ഒരു മുസ്ലിം വിരുദ്ധൻ, അയാളെ പിടിച്ച് മുസ്ലിമാക്കാൻ വേണ്ടി ഇയാൾ ചെയ്ത അടുത്ത ഒരു പണി, അടുത്ത ഒരു തട്ടിപ്പ്, ഭീകരമായ തട്ടിപ്പ് നിങ്ങൾ ആദ്യം കാണുക. അയാൾ ചെയ്യുന്നത് വെച്ചാൽ BBC-യിൽ ഈ വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്നും രവിചന്ദ്രൻ ചില ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. ആ വായിക്കുന്നത് കൃത്യമായി നിങ്ങൾ കേൾക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ശരിക്കുള്ള വീഡിയോ കാണാം. ആൾട്ടർനേറ്റീവ് ഫോർ ലൂഷ്ലാൻഡ് AFD എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ പാർട്ടി എന്ന് പൊതുവെ യൂറോപ്യൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്ന പാർട്ടി, അവരുടെ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയം, അതിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയാം. പക്ഷെ അയാള് കുടിയേറ്റ വിരുദ്ധനല്ല, അയാൾ കുടിയേറ്റത്തിന് വേണ്ടിയാണ് വാദിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിലൊരു പൊരുത്തമില്ല. ഇതാണ് വലിയൊരു എന്താ പറയുക, കോൺട്രഡിക്ഷൻ കിങ് ആണ് ഈ വ്യക്തി. അയാൾ കുടിയേറ്റ വിരുദ്ധത ആണ് അയാളുടെ രാഷ്ട്രീയം. അപ്പൊ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയമാണ് AFD-യുടെ പോസ്റ്റുകൾ പോയി ലൈക്ക് അടിക്കുന്നു, അല്ലെ പിന്തുണ പ്രഖ്യാപിക്കുന്നു, അല്ലെ റീപോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് തമ്മിൽ പൊരുത്തപ്പെടുന്നു. ഇയാളുടെ പ്രധാന അക്യൂസേഷൻ എന്ന് പറയുന്നത് ജർമ്മൻ സ്റ്റേറ്റ് സൗദി അറേബ്യയിൽ നിന്നുള്ള ഇമിഗ്രൻസിന് അല്ലെങ്കിൽ റെഫ്യൂജീസിന്, അഭയാർത്ഥികൾക്ക് അവരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു. ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും എന്നാണല്ലോ പുള്ളിയുടെ ട്വീറ്റ്. ഞാൻ കഴിഞ്ഞ ലൈവിൽ ഇതെല്ലാം സൂചിപ്പിച്ചാണ്. പുള്ളി പറയുന്ന ഒരു BBC വന്ന ഒരു ഇന്റർവ്യൂ ആണ് ഈ പറയുന്ന അബ്ദുൽ മൗസിൻ എന്ന് പറയുന്ന കക്ഷിയുടെ, അതായത് വെടിവെച്ച അക്യൂസ്ഡ്. പുള്ളി അതിനകത്ത് ഈ ഒരു ചെറിയ ഇന്റർവ്യൂ ആണ്. അപ്പൊ അവർ പറയുന്നത് വാച്ച്
മഗ്ഡബർഗ് അറ്റാക്ക് സസ്പെക്ട് 2019 ഇന്റർവ്യൂ വിത്ത് BBC. അയാൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്: മൈ നെയിം ഈസ് താലിബ്, ഐ ആം ഫ്രം സൗദി അറേബ്യ, ഐ ആം ആൻ ആക്ടിവിസ്റ്റ്. പറയുന്ന ആക്ടിവിസ്റ്റ് എന്നാണ്. എന്താണ് ആക്ടിവിസം? ഐ ക്രിയേറ്റഡ് എ വെബ്സൈറ്റ് ടു ഹെൽപ്പ് പീപ്പിൾ സീക്കിംഗ് അസൈലം എസ്പെഷ്യലി ഫ്രം സൗദി അറേബ്യ ആൻഡ് ഗൾഫ് റീജിയൻ. ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജർമ്മനിയിൽ രാഷ്ട്രീയ അഭയം നേടുന്നവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. എസ്പെഷ്യലി ഫ്രം സൗദി അറേബ്യ ആൻഡ് ഗൾഫ് റീജിയൻ. അത് നോക്കുക, സൗദി അറേബ്യയിൽ നിന്നും ഗൾഫ് റീജിയനിൽ നിന്നും ഇങ്ങോട്ട് വരുന്നവരെ സഹായിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഫ് ഐ ഹാവ് ടൈം, എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ, ഐ സ്പെൻഡ് ടോട്ടലി ഹെൽപ്പിംഗ് സൗദി അസൈലം സീക്കേഴ്സ് ബിറ്റ്വീൻ 10 to 16 hours ഡേ. ഒരു ദിവസം 10 മുതൽ 16 മണിക്കൂർ വരെ ഞാൻ ഈ അസൈലം വെബ്സൈറ്റുമായിട്ട് കുത്തിയിരുന്ന് ഇവരുടെ ഒക്കെ ആളുകളെ ലിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. 10 മുതൽ 16 മണിക്കൂറുകൾ ഒരു ദിവസം ജോലി ചെയ്യുന്നു. 2019 കൊടുക്കാൻ പറയണം. 90% of the people who approached me are women between 18 and 30 years of age. എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ആളുകളിലെ 90% 18-30 ഇടയ്ക്കുള്ള സ്ത്രീകളാണ്. അപ്പൊ പുള്ളി എന്താണ് ചെയ്തത്? സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് അസൈലം സീക്ക് ചെയ്യുക. ഇതൊക്കെ തന്നെയല്ലേ ഈ സിറിയൻ അഭയാർത്ഥികളും മറ്റു അഭയാർത്ഥികളും എല്ലാം ചെയ്യുന്ന കാര്യം. അവിടെ നിന്ന് ആളിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇയാളെ ഇവിടെ അഭയാർത്ഥിയായിട്ട് വന്നു. അപ്പൊ കേട്ടല്ലോ, രവീന്ദ്രൻ ആ BBC-യിലെ വീഡിയോയിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്റെ പേര് താലിബ് എന്നാണ്, ഞാൻ സൗദിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, ഞാൻ ഇത്ര മണിക്കൂറുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ത്രീകളെയാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിക്കുന്നത് വെച്ചാൽ, ഇയാൾ ഈ സിറിയയിൽ നിന്നുള്ള പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ മുസ്ലിങ്ങളെ കൊണ്ടുവരികയും ചെയ്യുക, എന്നിട്ട് ഈ കുടിയേറ്റത്തിനെതിരായി സംസാരിക്കുകയും ചെയ്യുക. ഇതെങ്ങനെയാണ് ശരിയാവുക എന്നാണ് രവീന്ദ്രൻ ചോദിക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ, കുടിയേറ്റ വിരുദ്ധമാണ് ഈ അവിടെയുള്ള വലതുപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധരായ ആളുകളൊക്കെ. പിന്നെ ഇയാൾ ചെയ്യുന്നതോ സൗദിയിലുള്ള മുസ്ലിങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യോജിച്ചു പോവുക എന്ന് വെച്ചാൽ, ഇയാൾ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളാണ് എന്നാണ് ഈ BBC ഡോക്യുമെന്ററി ഉദ്ധരിച്ചുകൊണ്ട് രവീന്ദ്രൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ BBC, അതായത് രവീന്ദ്രൻ അവിടെ കൊടുത്ത വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇനി നമുക്ക് ആ BBCയുടെ ഡോക്യുമെന്ററി കാണാൻ പോവാണ്. BBCയുടെ ഡോക്യുമെന്ററിയിൽ ചില ഭാഗങ്ങൾ രവീന്ദ്രൻ വായിച്ചിട്ടുണ്ടാവും, ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. വളരെ നിസ്സാരമായ ചില ഭാഗങ്ങൾ മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നമുക്ക് എന്ത് ചെയ്യാം, BBCയുടെ ഇപ്പം ഉദ്ധരിച്ച ആ ഡോക്യുമെന്ററി നിങ്ങൾക്ക് കാണാം. ആ ഫോട്ടോ അടക്കം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. Hi, my name is Talib. I'm from Saudi Arabia. I'm an activist. I created a website to help people seeking asylum, especially from Saudi Arabia and അപ്പൊ ഇത്രയും ഭാഗം രവീന്ദ്രൻ കാണിച്ചിട്ടുണ്ട്. അപ്പം രവീന്ദ്രൻ എന്താ പറയുന്നത്, അപ്പൊ സൗദിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആളാണ്, സൗദിയിൽ നിന്നൊക്കെ ഉള്ള മുസ്ലിങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളാണ്. ഇത്രയും ഭാഗം രവീന്ദ്രൻ കാണിച്ചു. ഇനി കാണിക്കുന്ന ഭാഗം രവിചന്ദ്രൻ കട്ട് ചെയ്ത ഭാഗമാണ്. രവിചന്ദ്രൻ തട്ടിപ്പ് നടത്തി കട്ട് ചെയ്ത ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. എത്ര പ്രധാനപ്പെട്ട ഭാഗമാണ് ഇയാൾ കട്ട് ചെയ്തിട്ട് തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് നിങ്ങൾ കാണുക. yeah, I use basically WhatsApp, Twitter, Telegram. ഇത്രയും ഭാഗങ്ങളാണ് രവീന്ദ്രൻ കട്ട് ചെയ്തത്. എന്താണ് അതിൽ പറയുന്നത്? താലിബ് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആണ്. ഗൾഫിൽ നിന്നും, സൗദിയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എക്സ് മുസ്ലിങ്ങളെ അവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുകയാണ് താലിബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്തായി? ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാരെ കുടിയേറാൻ സഹായിക്കുന്ന ആളാണ്. അതന്നെ രവീന്ദ്രൻ പറഞ്ഞത്, മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളാണ്, എക്സ് മുസ്ലിങ്ങളെ കൊണ്ടുവരുന്ന ആളാണ്. ആ എക്സ് മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ള ഭാഗമായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇയാൾ വായിക്കുന്നത് ഇതിന്റെ ബാക്കി ഭാഗം, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ രവീന്ദ്രൻ വായിക്കുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം രവീന്ദ്രൻ വായിക്കുന്നുണ്ട്. If I have time, I spend totally helping Saudi asylum seekers between 10 to 16 hours a day. If I have time. അപ്പം ഇത്രയും ഭാഗം രവീന്ദ്രൻ വായിച്ചു. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഭാഗം കട്ട് ചെയ്തു, ഇത്രയും ഭാഗം വായിച്ചു. ഇനിയുള്ള ഭാഗവും കട്ട് ചെയ്തു. ഇനിയുള്ള ഭാഗവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ കാണാം. The only Arab country from which I did not have an ex-Muslim seeking help until now from me is Oman. അപ്പൊ എന്താ പറഞ്ഞത്? അതായത് എനിക്ക് ഇതുവരേക്കും എക്സ് മുസ്ലിങ്ങൾ, അതായത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ സമീപിച്ചിട്ടില്ലാത്ത, എക്സ് മുസ്ലിങ്ങൾ സമീപിച്ചിട്ടില്ലാത്ത ഏക രാജ്യം എന്ന് പറയുന്നത് ഒമാനാണ്. ഒമാനെന്ന് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും എക്സ് മുസ്ലിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ഭാഗവും കട്ട് ചെയ്തു. എന്നിട്ടും അതിന്റെ ബാക്കി ഭാഗം ഇട്ടു.
90% of people who approach me are women between 18 and 30 years old. എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? നിങ്ങളെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാകട്ടെ, എത്തിയിസ്റ്റോ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധനോ എന്തോ ആയിക്കോട്ടെ, ഇത്ര വലിയ തട്ടിപ്പ്, അതായത് ഒരു വീഡിയോ, ആ വീഡിയോയിൽ എക്സ് മുസ്ലിം എന്നുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് രവീന്ദ്രൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താ? ഇയാൾ സൗദിയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ സൗദിയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കുടിയേറാൻ സഹായിക്കുന്ന ആളാണ്. അപ്പൊ ഇയാൾ കുടിയേറ്റ അനുകൂല ആളാണ്. ആ കുടിയേറ്റ അനുകൂല ആൾ എങ്ങനെയാണ് കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള AFDയിൽ അംഗമെടുക്കുക? അയാൾ എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധനാവുക? അയാൾ എങ്ങനെയാണ് എക്സ് മുസ്ലിം ആവുക എന്നാണ് ചോദ്യം. അപ്പൊ ഇയാൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്താ? ഇയാൾ ചെയ്യുന്നത് എക്സ് മുസ്ലിങ്ങളെ എന്ന് വെച്ചാൽ എത്തീസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ബാക്കി മുസ്ലിം ഇമിഗ്രേഷൻ ആണ് ഇയാൾ എതിര്. മുസ്ലിം കുടിയേറ്റത്തിനാണ് ഈ പറഞ്ഞ വ്യക്തി എതിരായിട്ടുള്ളത്. കാരണം എന്താ? മുസ്ലിങ്ങൾ ഇങ്ങോട്ട് കുടിയേറിയാൽ ഇവിടെ ഇസ്ലാമൈസേഷൻ നടക്കും, മുസ്ലിങ്ങൾ വലുതാവും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ന്യായങ്ങൾ. അപ്പം മുസ്ലിം കുടിയേറ്റത്തിനാണ് ഇയാൾ എതിര്. അല്ലേ? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയല്ലേ? ഇവിടെയുള്ള രവിചന്ദ്രൻ അടക്കമുള്ള രവിചന്ദ്രനും ഇവിടെയുള്ള മറ്റ് എക്സ് മുസ്ലിങ്ങളും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ, ഞങ്ങൾ കുടിയേറ്റത്തിനെതിരൊന്നല്ല, കുടിയേറ്റം എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ യൂറോപ്പിലേക്ക് മുസ്ലിങ്ങൾ കുടിയേറുന്ന പ്രശ്നമാണ്. ഇതാണ് എല്ലാവരും പറയുന്ന, നിങ്ങൾ ഈ പറഞ്ഞ ഭീകരവാദിയും നിങ്ങളും എല്ലാവരും പറയുന്ന ന്യായം ഒന്നാണ്. മുസ്ലിങ്ങൾ കുടിയേറുന്നതാണ് പ്രശ്നം, അല്ലാതെ എത്തീസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പ്രശ്നമല്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, എത്തീസ്റ്റ് ഫോറംസ് ഒരുപാടുണ്ട്. ഒരുപാട് ആഗോളതലത്തിൽ തന്നെയുള്ള ഒരുപാട് എത്തീസ്റ്റ് ഫോറംസ് ഉണ്ട്. അവരെല്ലാവരും എത്തീസ്റ്റുകളെ തേർഡ് വേൾഡ് കൺട്രീസ് നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ യൂറോപ്പിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞ താലിബ് എന്ന് പറയുന്ന ആള്. അയാൾ എക്സ് മുസ്ലിങ്ങളെയാണ് യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. മുസ്ലിങ്ങൾ വരുന്നതിന് അയാൾ എതിരാണ്. എന്നിട്ട് ഇത് മറച്ചു പിടിച്ചുകൊണ്ട് എക്സ് മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് ബാക്കി ഭാഗം വായിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇത്ര തട്ടിപ്പ് നടത്തിയിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരു വികാരം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരാളെ അയാൾ അനുഭവിക്കുന്നത് രവിമൂർച്ചയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. പിന്നെ ഇയാൾ നടത്തിയിട്ടുള്ള രസകരമായിട്ടുള്ള കുറെ വാദങ്ങളുണ്ട്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇയാൾ എക്സ് മുസ്ലിം ആണെങ്കിൽ ഒരു എക്സ് മുസ്ലിം ആണ് നമ്മൾ അംഗീകരിക്കണം. എന്ത് ചെയ്യണം? അയാൾ ഇസ്ലാമിന്റെ ഡോക്ട്രിൻസിനെതിരായിട്ട് ഇസ്ലാമിനും പ്രവാചകനും അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾക്കൊക്കെ എതിരായിട്ട് പറയണം. മുഹമ്മദിനെയൊക്കെ കുറച്ച് തെറി പറഞ്ഞാലേ എക്സ് മുസ്ലിം ആവുള്ളൂ. ഇയാളാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് രവീന്ദ്രന്റെ അടുത്ത കണ്ടെത്തൽ. പുള്ളി ട്വീറ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ഇപ്പൊ എന്താണ് ഒരു ഇസ്ലാമിസ്റ്റും എക്സ് മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സ് മുസ്ലിം ബേസിക്കലി ഇസ്ലാമിന്റെ ഡോക്ടറിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തള്ളി പറയുന്ന അല്ലെ റിജക്ട് ചെയ്യുന്ന ആളായിരിക്കും. ലൈക്ക് അള്ളാഹ്, മുഹമ്മദ്, പ്രത്യേകിച്ച് മുഹമ്മദ്, അള്ളാഹ് നിൽക്കണ്ട, മുഹമ്മദിനെ അംഗീകരിക്കാത്ത ആളായിരിക്കണം. മുഹമ്മദിനെതിരെ വിമർശനങ്ങൾ നടത്തുന്ന ആളായിരിക്കണം. മുഹമ്മദ് വലിയൊരു ഒരു ശാപമാണെന്നോ അല്ലെങ്കിൽ ഒരു വലിയ മാനവരാശിക്ക് തന്നെ വലിയൊരു ഭീഷണിയാണോ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ശരിക്കും നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ കൈവിടിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്റെ മുഹമ്മദ്, എന്റെ ഇസ്ലാം, എന്റെ ഫെയ്ത്ത് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അയാളുടെ ഇതെല്ലാം തന്നെ അടുത്തിടെയാണ് തുടങ്ങിയത് അയാൾ. എന്നാൽ പോലും അയാളുടെ ട്വീറ്റുകളെല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. പുള്ളിയുടെ പ്രധാനപ്പെട്ട വാദം ഇത് മാത്രമാണ്. ഈ ഭീകരവാദിയുടെ ട്വിറ്റർ പ്രൊഫൈൽ മുങ്ങിത്തപ്പിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? രവിചന്ദ്രന് ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രവാചകനെതിരായിട്ടുള്ള അടിസ്ഥാന വിഷയങ്ങളിലുള്ള എതിർപ്പുകളൊന്നും കണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. രവീന്ദ്രൻ ഏത് പ്രൊഫൈലാണ് നോക്കിയത് എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പോയി ജസ്റ്റ് ഈ പറഞ്ഞ ഇത് കേട്ടതിന് ശേഷം ഒന്നുകൂടി ആ പ്രൊഫൈൽ പോയി വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പം 5-6 സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇപ്പം കാണിക്കുന്നത്. എവിടെയാണ് ഇസ്ലാമിനെ എതിർക്കുന്നുണ്ടോ, പ്രവാചകനെ എതിർക്കുന്നു, പ്രവാചകനെ തൊടുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പോസ്റ്റ് കണ്ടോ, എക്സ്പ്ലോറിംഗ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ് ഓഫ് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഫറ്റ് മുഹമ്മദ് ആൻഡ് ഇറ്റ്സ് കമ്പാനിയൻ ദിഹാൽ കിൽബി. എന്ന് വെച്ചാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വർഗ്ഗാനുരാഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപമാണ് ഒന്നാമതായി ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള ജാമിദൊക്കെ ചെയ്യുന്നത് പോലെ മുഹമ്മദ് നബി ശവഭോഗം ചെയ്തു, സ്വർഗ്ഗാനുരാഗം ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും. എന്റെ മുഹമ്മദ്, എന്റെ ഇസ്ലാം, എന്റെ ഫെയ്ത്ത് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അയാളുടെ ഇതെല്ലാം തന്നെ അടുത്തിടെയാണ് തുടങ്ങിയത് അയാൾ. എന്നാൽ പോലും അയാളുടെ ട്വീറ്റുകളെല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. അടുത്തത് ഇസ്ലാമിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണല്ലോ. ഇസ്ലാം ഡോക്ട്രിൻ ബേസ്ഡ് ഓൺ ഹേറ്റ് ടു നോൺ മുസ്ലിംസ് ആൻഡ് സ്പെഷ്യലി ടു ദ ജ്യൂസ്. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് അമുസ്ലിങ്ങളെ വെറുക്കുക എന്നുള്ളതാണ്, ജൂതന്മാരെ വെറുക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഡീഹ്യൂമനൈസിങ് ദം ആൻഡ് എൻകറേജ് ടു കിൽ ദം. അത് അവരെ ഡീഹ്യൂമനൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അമുസ്ലിങ്ങളായ ആളുകളെ കൊല്ലാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ. ആ വീഡിയോ ഒരു എക്സ് മുസ്ലിമിന്റേതും കൂടിയാണ്. എന്റെ മുഹമ്മദ്, എന്റെ ഇസ്ലാം, എന്റെ ഫെയ്ത്ത്
ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അയാളുടെ ഇതെല്ലാം തന്നെ അടുത്തിടെയാണ് തുടങ്ങിയത് അയാൾ, എന്നാൽ പോലും അയാളുടെ ട്വീറ്റുകളെല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. ഇസ്ലാമിനെ എതിർക്കാത്ത ആളാണ് കേട്ടോ രവീന്ദ്രൻ. ഇസ്ലാമിനെ എതിർക്കുന്നത് കണ്ടിട്ടില്ല, കുറെ മുങ്ങിത്തപ്പി നോക്കി. ആ പറഞ്ഞ ട്വിറ്റർ പ്രൊഫൈലിൽ എത്ര നോക്കിയിട്ടും രവീന്ദ്രന് കാണാൻ പറ്റാത്ത സാധനങ്ങളാണ് കേട്ടോ. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ, ഇസ്ലാമിന്റെ പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ അടക്കം അടിസ്ഥാനപരമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള, അതിനെ എതിർത്തുകൊണ്ടുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു എന്നുള്ള വീഡിയോകൾ ഇയാൾ ഷെയർ ചെയ്യുന്നുണ്ട്. എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ഇയാൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഐ റിജക്റ്റഡ് ഇസ്ലാം, മൈ ഹോണസ്റ്റ് ട്രൂത്ത്, ഹൗ ഐ വെന്റ് ഫ്രം ബിലീവിംഗ് ഇൻ ഓൾ സോർട്ട് ഓഫ് അബ്സേർഡിറ്റീസ് ടു ലൈഫ് ആഫ്റ്റർ ഇസ്ലാം. എങ്ങനെയാണ് ഈ പറഞ്ഞ വിഡ്ഢിത്തങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒരു ഇസ്ലാമേതരമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് കടന്നത് എന്നുള്ള എക്സ് മുസ്ലിങ്ങളുടെ വീഡിയോകൾ ഇയാൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്നതില്ല കേട്ടോ, കുറെ മുങ്ങി തപ്പി നോക്കി, മറ്റൊന്നും ഇതൊന്നും കണ്ടില്ല. എന്റെ മുഹമ്മദ്, എന്റെ ഇസ്ലാം, എന്റെ ഫെയ്ത്ത് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോ ഞാൻ അടുത്തത്, ഇസ്ലാം ഈസ് ഇൻകോമ്പാറ്റിബിൾ വിത്ത് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങൾക്ക് എതിരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്റെ മുഹമ്മദ്, എന്റെ ഇസ്ലാം, എന്റെ ഫെയ്ത്ത് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. അടുത്തത്, ക്യാൻ യു ഫൈൻഡ് വൺ പോസിറ്റീവ് തിങ് അബൌട്ട് ഇസ്ലാം? ഇസ്ലാമിനെ കുറിച്ച് ഒരു നന്മയെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, രവിസാർ കണ്ടിട്ടില്ല. എന്റെ മുഹമ്മദ്, എന്റെ ഇസ്ലാം, എന്റെ ഫെയ്ത്ത് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. അടുത്തത്, ഇസ്ലാം ഇസ് എ ഡെത്ത് കൾട്ട്. ഇസ്ലാം ഒരു ഡെത്ത് കൾട്ടാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, രവിസാർ കണ്ടിട്ടില്ല. എന്റെ മുഹമ്മദ്, എന്റെ ഇസ്ലാം, എന്റെ ഫെയ്ത്ത് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. അടുത്തത്, കില്ലിങ്സ് ഓഫ് ഡോഗ്സ് ഇൻ ഇസ്ലാം. രവിക്ക് പറ്റിയ, രവിമൂർച്ചക്ക് പറ്റിയ ഒരു വിഷയടക്കം കാണുന്നുണ്ട്. രവിയാണല്ലോ മുമ്പ് ഒരാളെ പട്ടിയെ ഒരാൾ പിടിച്ച് വലിച്ചു അല്ലെ, ഒരു കാറിൽ കെട്ടി വലിച്ചതിന് രവിയന്ത്രം പറഞ്ഞത് ഇസ്ലാമിനെ കൊണ്ടാണ്. പിന്നെ അവസാനം മനസ്സിലായി അത് ഒരു എക്സ് മുസ്ലിം ആയിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാം ഒന്നും പ്രാക്ടീസ് ചെയ്യാത്തൊരു ഒരാളായിരുന്നു എന്നുള്ളത് പിന്നെ മനസ്സിലായി. അപ്പൊ ഏതായാലും അതിന് പറ്റിയ ഒരാളാണ് അല്ലെ. നായകളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നായകളെ കൊല്ലാൻ പറഞ്ഞു എന്നുള്ള ഒരു ഹദീസ് സന്ദർഭത്തിൽ നടത്തിയെടുത്തി ആ ഒരു സമയത്ത് ആ സന്ദർഭത്തിലുള്ള ഒരു പ്രശ്നത്തെ മുഹമ്മദ് നബി അഡ്രസ് ചെയ്തതെന്നും ആ സന്ദർഭത്തിനൊക്കെ മാറ്റിയിട്ട് ഇസ്ലാം നായകളെ കൊല്ലാൻ പറയുന്ന മതമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ. അപ്പം ഇതും രവീന്ദ്രൻ എഴുതിയിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ, വാട്ട് വറീസ് യു ദ മോസ്റ്റ്? ക്ലൈമറ്റ് ചേഞ്ച്, ഇസ്ലാം, വാർ, ഹെൽത്ത്. ഇങ്ങനെ ഒരു പോൾ ഇട്ടിട്ട് അതിൽ ഇസ്ലാം ആണ് ഏറ്റവും കൂടുതൽ അപകടകരം എന്നുള്ള ആ ഒരു പോൾ ഇയാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കാറില്ല, മുഹമ്മദ് നബിയെ വിമർശിക്കാറില്ല. എന്റെ മുഹമ്മദ്, എന്റെ ഇസ്ലാം, എന്റെ ഫെയ്ത്ത് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടില്ല. പാവം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ടീച്ച് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇത് ഞാൻ പറയുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ആ ട്വിറ്റർ പ്രൊഫൈലിൽ പോയി നോക്കിയാൽ മതിയല്ലോ. ഇങ്ങനെ ഇത്രയും ലൈവായി കിടക്കുന്ന ഒരു പ്രൊഫൈലിന്റെ വിഷയത്തിലാണ് ഇയാൾ ഈ പച്ച നുണ പറയുന്നത്. ഞാൻ അത്ര നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇതില് വലിയ തമാശ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇയാളുടെ ഈ ട്വീറ്റ് നോക്കൽ ഭയങ്കര രസമാണ്. കാരണം ഇയാളെ ഈ ട്വീറ്റ് നോക്കുന്നതിനിടയിൽ ഇയാളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഇയാളുടെ ഒരു ലെബനോനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇയാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഭീകരവാദി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ട് ഇയാൾ പറയുന്ന ചില വാചകങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്, ഒരു ലെഫ്റ്റ് ലിബർട്ടേറിയൻ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നമസ്കാരത്തിന്റെ പോസ്റ്റ് പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് എന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അറബ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ് പുള്ളി റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംതിങ് ലൈക്ക്, അതായത് ഒരു എസ് മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു എത്തിസ്റ്റിന്റെ പോസ്റ്റുകളൊന്നും അല്ല. കണ്ടോ? അപ്പൊ ലെബനോന്റെ ട്വീറ്റുകളൊക്കെ ഇയാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ, ലെബനോനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്തത്. അത് അറബിയിലാണ്, അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അത് കാണുമ്പോൾ എന്തുണ്ട്, മുസ്ലിമിന്റെ ട്വീറ്റ് പോലെ ഉണ്ട് എന്നാണ്. രവീന്ദ്ര, ട്വിറ്ററിൽ ആ ട്വീറ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ ട്രാൻസ്ലേറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ട്രാൻസ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ആ അറബിയിലുള്ള ട്വീറ്റ് ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ട്വീറ്റ് ഒന്ന് നോക്കുക. എന്താ, സിവിൽ യൂത്ത് ഗാദറിംഗ് മീറ്റിംഗ് ഇൻ ഉമയ്യദ് സ്ക്വയർ ടു ഡിമാൻഡ് സിവിൽ സിസ്റ്റം ആൻഡ് വുമൻസ് ഇൻവോൾവ്മെന്റ് ഇൻ പബ്ലിക് ലൈഫ്. അതായത് സിറിയയിൽ ഇപ്പൊ ഒരു വിപ്ലവം നടന്നല്ലോ. ആ വിപ്ലവത്തിന് ശേഷം അവിടെയുള്ള ലിബറലുകളായ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ അവരെന്ത് ചെയ്യാണ്, ആ സിറിയയിൽ വുമൻസ് ഇൻവോൾവ്മെന്റ്, അതായത് സ്ത്രീ ശാക്തീകരണവും മറ്റു കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമയ്യദ് സ്ക്വയറിൽ, ദമാസ്കസിലുള്ള ഉമയ്യദ് സ്ക്വയറിൽ നടത്തിയിട്ടുള്ള ഒരു പ്രകടനമാണ് നിങ്ങൾ ആ കാണുന്നത്. ആ ട്വീറ്റാണ് ഇയാൾ എന്തോ അറബിയിലെന്തോ മുസ്ലിങ്ങളുടെ എന്തോ ട്വീറ്റാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്നാലും അത് മുസ്ലിങ്ങളുടെ ആയിരിക്കുമല്ലോ. അറിയില്ലെങ്കിലും മുപ്പർക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തോ ട്വീറ്റാണ്. സംഭവിക്കുക എന്താണെന്ന് അറിയില്ലെങ്കിലും അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ട്വീറ്റ് ആണെന്നുള്ള കാര്യത്തിൽ മാത്രം രവി സാറിന് ഒരു സംശയമില്ല.
അപ്പൊ ഇത് ലിബറലുകൾ, ഈ നമ്മുടെ നാട്ടിലടക്കമുള്ള ലിബറലുകൾ ആഘോഷിച്ചൊരു കാര്യമാണ്. ഉമയ്യ സ്ക്വയറിൽ അവിടെയുള്ള ആളുകൾ പിന്നെ ശരിയ പാടില്ല, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവകാശങ്ങൾ വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രൊട്ടസ്റ്റ് നടത്തി എന്നുള്ളതും അവിടെ നൂറുകണക്കിന് ആളുകൾ വന്നു എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിലടക്കമുള്ള ലിബറലുകൾ ആഘോഷിച്ച ഒരു പ്രൊട്ടസ്റ്റാണത്. ആ പ്രൊട്ടസ്റ്റാണ് ഈ പറഞ്ഞ എക്സ് മുസ്ലിമും ഷെയർ ചെയ്തിട്ടുള്ളത്. ഇയാൾ പറയണ അറബിയിലാണ്, എന്തോ ആയിരിക്കും, എന്തായാലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരിക്കും. എന്റെ രവീന്ദ്ര ആയിക്കോട്ടെ. അപ്പൊ ഇനി പിന്നെ അടുത്ത രവീന്ദ്രന്റെ ഭയാനകമായൊരു തെളിവുണ്ട്. ആ ഭയാനകമായൊരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ AFD എന്ന് വെച്ചാൽ അവിടെയുള്ള ഫാർ റൈറ്റ് പാർട്ടി, അവിടെയുള്ള BJP പോലെയുള്ള ഒരു പാർട്ടി, ഈ പറഞ്ഞ എക്സ് മുസ്ലിം ഭീകരവാദി എന്ന് പറയുന്നത് ഈ AFDയുടെ ഒരു അനുകൂലിയാണ് എന്നുള്ളത് അയാളുടെ ട്വീറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ AFD എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇയാളെ ഇസ്ലാമിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതാണ് വലിയ തെളിവ്. ഒരു യോഗത്തിൽ പറഞ്ഞു, we come together just one day before Christmas, she tells them, to mourn the victims of this crazy attack done by an Islamist full of hate. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ക്രിസ്മസിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള വളരെ വന്യമായ അല്ലെങ്കിൽ വളരെ ക്രേസി ആയിട്ടുള്ള അറ്റാക്ക് ഡൺ ബൈ an Islamist full of hate. ഒരു ഇസ്ലാമിസ്റ്റ് എന്ന് വളരെ പരസ്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് എന്താ ഒരു തെളിവില്ലേ, ഇയാൾ മുസ്ലിം ആണെന്നുള്ളതിന്റെ തെളിവെന്താ, അവിടെയുള്ള BJP പോലെയുള്ള അവിടെയുള്ള പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭീകരാക്രമണത്തിന് ശേഷം, അതിന് മുമ്പല്ല, ഈ ഭീകരാക്രമണമൊക്കെ നടന്നതിന് ശേഷം അയാളെ ഇസ്ലാമിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതിലും നല്ല തെളിവ് അല്ല പിന്നെ BJPക്കാർ വിളിച്ചിട്ടുണ്ട്, RSSകാർ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെ രവീന്ദ്രൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരെ, അല്ലെ രവിമൂർച്ച അത്രത്തോളം അനുഭവിക്കുന്നത് രവീന്ദ്രനാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ BJPക്കാരും RSSകാരൊക്കെ ഉള്ളൂ, അല്ലെ. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് അപരവൽക്കരിക്കുകയും മുസ്ലിങ്ങൾക്കെതിരായി നുണപ്രചാരണം നടത്തുകയും ചെയ്യുന്ന രവിമൂർച്ച ഏറ്റവും കൂടുതൽ രവിചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ മതിയായിരുന്നു, ഇതിനും നല്ലത്. അതായിരുന്നു കുറച്ചുകൂടി നല്ലത്, അല്ലെ. അവിടെയുള്ള മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാളെ ഇസ്ലാമിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഭയങ്കര തെളിവായി പോയിട്ടോ, ഭയങ്കര തെളിവായി പോയി. അതേതായാലും ഇത് സ്ഥിരമാണ്. കാരണം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അയാളെ മുസ്ലിം ആക്കുക എന്നുള്ളത് അവിടെയുള്ള വലതുപക്ഷക്കാർ ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള രവിമൂർച്ച അനുഭവിക്കുന്ന രവീന്ദ്രനും കൂട്ടരും ചെയ്യുന്നുണ്ട്. അതിപ്പോ എന്താ അത്ഭുതം, അല്ലേ. സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളെ മുസ്ലിം ആക്കാൻ വേണ്ടി ചെങ്കിസ് ഖാനെ മുസ്ലിം ആക്കിയിട്ടില്ലേ, അതുപോലെ തന്നെ ഇബ്നു സീനനെ നിരീശ്വരവാദിയാക്കിയിട്ടില്ലേ രവീന്ദ്രൻ. ഇതേപോലെ അവിടെയുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ടാവും. ഇവരൊക്കെ ഒരേ സോഫ്റ്റ്വെയർ ആണ് ഞങ്ങൾ പറയാൻ കാരണതാ. ഇത് ഈ സോഫ്റ്റ്വെയറിനെ പേടിക്കണം. മുസ്ലിം വിരുദ്ധതക്ക് വേണ്ടി എന്ത് നുണയും പറയുന്ന ഈ സോഫ്റ്റ്വെയറിനെ പേടിക്കണം എന്നാണ്. മാത്രമല്ല ഇതിൽ വലിയ തമാശ എന്താ ചോദിച്ചാൽ, ഇങ്ങനെ ഈ ഫാർ റൈറ്റും അതുപോലെ തന്നെ സംഘികളൊക്കെ അവരെ ഇസ്ലാമിസ്റ്റ് എന്ന് വിളിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ തള്ളിപ്പറയാൻ തുടങ്ങിയാൽ രവീന്ദ്രൻ തൊട്ടടുത്തിരിക്കുന്ന ആരിഫ് ഹുസൈനെയും എന്ത് ചെയ്യേണ്ടി വരും, തള്ളിപ്പറയേണ്ടി വരും. നമ്മുടെ സ്വയം പ്രഖ്യാപിത നുണയൻ. അയാൾ എന്ത് ചെയ്തു, ഒരു BJP അല്ലെങ്കിൽ ഒരു RSS വേദിയിൽ പോയി, ഒരു സംഘപരിവാർ വേദിയിൽ പോയിട്ട് കുറച്ചൊന്ന് സംഘപരിവാറിനെതിരായിട്ട് ചെറിയ 1-2 വാചകങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ കേട്ട ഒരു വിളിയുണ്ട്, അത് നിങ്ങൾ കേട്ടോളൂ. തൽക്കാലം നിർത്തുന്നു, നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അതിന്റെ മനസ്സിലെവിടെയോ പഴയ താലിബാനിസത്തിന്റെ അവശിഷ്ടങ്ങൾ കടന്നു കൂടിയിട്ടു. അത് മാറണം, അത് മാറിയാലേ ശരിയാവും. അത് മാറി യഥാർത്ഥ ഹിന്ദുത്വം എന്താണ് വിഭാവന ചെയ്യുന്നത്. അപ്പോ ഈ സംഘികളുടെ ഭാഷയിൽ ആരിഫ് ഹുസൈൻ എന്താണ്, താലിബാനിയാണ്. താലിബാന്റെ മനസ്സ് മാറാത്ത ഒരാളാണ്. അത് തിരുത്തണം എന്നാണ് ആരിഫ് ഹുസൈനോട് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ രവീന്ദ്രൻ നാളെ പോയിട്ട് ആരിഫ് ഹുസൈൻ ഒരു ഭീകരാക്രമണം നടത്തിയാൽ രവീന്ദ്രൻ എന്താ പറയാ, സംഘികൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ആരിഫ് ഹുസൈൻ ഒരു താലിബാനിയാണ്, അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സംഘികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെ. റൈറ്റ് വിങ് പറഞ്ഞിട്ടുള്ളൂ, വലതുപക്ഷക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ്ട് രവീന്ദ്രൻ അതന്നെ വലിയ തെളിവല്ലേ. കുറച്ചൊക്കെ ഉടുപ്പ് എന്നുള്ളത് ഇന്നലെ ചോദിച്ചത്, ഒരു ഇച്ചിരി എന്നുള്ളത് ഒരു വട്ടെങ്കിലും ഉടുപ്പ് എന്നുള്ളത് മാറ്റി ചോദിക്കാം. ഇനി അടുത്തത് രവീന്ദ്രന്റെ അടുത്ത വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള എക്സ് മുസ്ലിം സംഘടന എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാളെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇയാളെ അറിയുന്നത് ഒരു എന്താ പറയുന്ന ഒരു സ്റ്റോക്കർ, സൈബർ ബുള്ളി, അതായത് ഒരു എന്താണ് പറയുന്നത് ഒരു പോരാളി ഷാജി മോഡൽ എന്നൊക്കെ പറയാം. അതേപോലെയാണ് ഞങ്ങൾക്ക് അറിയാവുന്നതല്ല, ഞങ്ങൾക്ക് ഇയാളുമായിട്ട് യാതൊരു സൗഹൃദവും ഇല്ല. His actions serve as a reminder that hate cuts across backgrounds and fueled by an ideology of exclusion and contempt for others. Ideology of exclusion, വിഭജനത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തലിന്റെ, അന്യവൽക്കരണത്തിന്റെ രാഷ്ട്രീയം, അതോടൊപ്പം മറ്റുള്ളവരോടുള്ള അവജ്ഞ, ഇത് രണ്ടുമായിരുന്നു പുള്ളിയുടെ രാഷ്ട്രീയം എന്നാണ് എക്സ് മുസ്ലിം ഇന്റർനാഷണലിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. പിന്നെ എങ്ങനെയാണ് ഇയാളെ എക്സ് മുസ്ലിം എന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നത്? തിരിച്ചു നോക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ പ്രസ്ഥാനം എടുത്തതെന്ന് ചോദിച്ചാൽ, ഒരു ഇസ്ലാമിസ്റ്റ് ഒരു ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്ലാം ആസ് എ ഹോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഒരു വലിയ സംഘടന വന്ന് പറയുമോ, ഇയാൾ മുസ്ലിം അല്ല, ഇയാള് ഇസ്ലാമിസ്റ്റ് അല്ല, ഇയാൾ ഇസ്ലാമിന് പുറത്തു പോയിരിക്കുന്നു, ഇയാളുടെ രാഷ്ട്രീയം ഇതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും അയാളെ ബിൻലാദനെ പോയിട്ട്, ബിൻലാദനെ തന്നെ വരെ ഒരു ഭീകരാക്രമണം നടന്നാൽ അത് എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം സംഘടന തള്ളിപ്പറയൂലേ? സ്വാഭാവികല്ലേ? ഇത് നടന്നതിന് ശേഷമാണ് തള്ളിപ്പറയുന്നത്.
അപ്പോൾ ഇതാണ് തെളിവ്. ഈ സംഭവത്തിന് ശേഷം എക്സ് മുസ്ലിം സംഘടന തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാ തെളിവാകുക? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ 20 വർഷത്തോളമായി എക്സ് മുസ്ലിമാണ്, എക്സ് മുസ്ലിങ്ങളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആളാണ്, അതുപോലെ തന്നെ ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, ജർമ്മനി ഇസ്ലാമൈസേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല, അതിനുവേണ്ടി ഞാൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ്. ഇതൊക്കെയാണ്. എന്നാലും രവീന്ദ്രൻ എന്താ തെളിവ്? എക്സ് മുസ്ലിം സംഘടന തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ ഉസാമ ബിൻ ലാദനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഡസൻ കണക്കിന് ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്ത് മുസ്ലിം പേരിൽ ഈ പറഞ്ഞ ഭീകരവാദം നടത്തുന്നതിനെതിരായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം എക്സ് മുസ്ലിം സംഘടന തള്ളി പറഞ്ഞു. അതുകൊണ്ട് ഇനി എക്സ് മുസ്ലിം ആണെന്ന് പറയാൻ പാടില്ല എന്നാണെങ്കിൽ ഉസാമ ബിൻ ലാദനും ഐസിസ് ഒക്കെ നടത്തുന്ന ഈ പ്രവർത്തികളെ, തീവ്രവാദ പ്രവർത്തനങ്ങളെ അപലപിച്ചുകൊണ്ട് അത് പാടില്ല, അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം എല്ലാ മുസ്ലിം പണ്ഡിത സഭകളും ഫത്വ ഇറക്കിയിട്ടുണ്ട്. ഡസൻ കണക്കിന് പുസ്തകങ്ങൾ ആ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇനി നാണവും മാനവും ഉണ്ടെങ്കിൽ രവിചന്ദ്രൻ നാളെ മുതൽ അതൊന്നും ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറച്ച് തിരിച്ചറിവുകൾ നൽകാൻ കൂടി ഈ എക്സ് മുസ്ലിം ഭീകരാക്രമണം നിങ്ങളെ സഹായിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഭീകരാക്രമണത്തിനൊക്കെ ശേഷമാണ് എക്സ് മുസ്ലിം സംഘടന തള്ളി പറഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പേ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരെ. ഇപ്പോൾ ആരിഫ് ഹുസൈനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി, എക്സ് മുസ്ലിം തീവ്രവാദി ആരിഫ് ഹുസൈനാണ്. ഈ ഒരു എക്സ് മുസ്ലിം തീവ്രവാദിയാണെന്ന്. യെസ്, ഐ എം എ പ്രൗഡ് എക്സ് മുസ്ലിം തീവ്രവാദി എന്ന് ഇപ്പം ഞാൻ പറയേണ്ടി വരികയാണ്. ഈ ആരിഫ് ഹുസൈൻ അയാളെ എക്സ് മുസ്ലിംസ് ഓഫ് കേരള തള്ളി പറഞ്ഞിട്ടില്ലേ? ഇവിടെയുള്ള എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സംഘടന അത് ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിംസ് ഓഫ് കേരളയിൽ ഇല്ല, പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ സംഘടനാപരമായിട്ട് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവും. ഇപ്പൊ എസൻസ് 2 കഷ്ണമായിട്ടില്ലേ? എസൻസ് 2 പിളർന്നിട്ട് ചില ആൾക്കാരെ എസൻസ് നിന്ന് പുറത്താക്കുന്നു, അകത്താക്കുന്നു, ഇങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ട്. ഇതൊക്കെ സംഘടനാപരമായ പ്രശ്നങ്ങളാണ്. എക്സ് മുസ്ലിം സംഘടന തള്ളി പറഞ്ഞു എന്നുള്ളതാണോ ഒരാൾ എക്സ് മുസ്ലിം അല്ല എന്നുള്ളൊരു തെളിവ്? അങ്ങനെയാണ് ആരിഫ് ഹുസൈനും എക്സ് മുസ്ലിം അല്ല. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. ഒരു ന്യായീകരിക്കുന്നതിനും വെളുപ്പിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ എന്നാണ് രവീന്ദ്രനോട് ചോദിക്കാനുള്ളത്. മാത്രമല്ല, അടുത്ത രവീന്ദ്രന്റെ പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് എന്താ ചോദിച്ചാൽ, ഇയാൾ എക്സ് മുസ്ലിം ആണ് എന്നുള്ളതിന്റെ തെളിവ് ഇയാൾ പറഞ്ഞതും ഇയാളുടെ ട്വീറ്റുകളും മാത്രമാണെന്നാണ്. അപ്പം അത് ഇയാൾ എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞതാണ് എക്സ് മുസ്ലിം ആണ് താനും. പക്ഷെ എക്സ് മുസ്ലിം ആണെന്ന് ഒരാൾ പറയുകയും അയാൾ അതനുസരിച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ തെളിവായിട്ട് എടുക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. എന്നോട് തന്നെ പലരും ചോദിച്ചു, അതിലെ തെളിവ് അതെങ്ങനെ തെളിവാകും? അത് അയാളാണ് ഉണ്ടാക്കുന്ന തെളിവ്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഡീഡ്സ് ആണ് എടുക്കുന്നത്, വേർഡ്സ് അല്ല. വേർഡ്സ് ആർക്കും എന്തെങ്കിലും പറയാം, എത്ര വേണേലും പോസ്റ്റ് ഇടാം. ആ ഒരു തക്കിയ മോഡലിൽ പോകാൻ സാധ്യമാണ്. അത് തന്നെ എടുക്കണം എന്ന് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് തെളിവാകുന്നത്? അല്ല, പിന്നെ നിങ്ങൾക്ക് എന്ത് തെളിവാ വേണ്ട? ഒരാളെ എക്സ് മുസ്ലിം ആണ്, അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്നല്ല, ഏത് ആശയക്കാരനാണെന്നുള്ളത് അയാളുടെ ട്വീറ്റുകളും അയാളുടെ സംസാരങ്ങളും അയാളുടെ പെരുമാറ്റങ്ങളും വെച്ചിട്ട് തന്നെ, അല്ലാതെ ഒരാളുടെ മനസ്സിലേക്ക് പോയിട്ട് ഇയാൾ ഏത് തരത്തിലുള്ള വിശ്വാസിയാണ് നോക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. ഇവരിൽ ഏത് എക്സ് മുസ്ലിം നിങ്ങൾ എക്സ് മുസ്ലിം ആണെങ്ങനെ മനസ്സിലാക്കുക? അയാൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു, നേരത്തെ പറഞ്ഞ മാതിരി വളരെ വൃത്തികെട്ട രൂപത്തിൽ ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ വിമർശിക്കുന്നു, ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ഇതൊക്കെ തന്നെയല്ല ഒരാൾ എക്സ് മുസ്ലിം ആണെന്നുള്ളതിന് തെളിവ്. അതല്ലാതെ പിന്നെ വേറെന്താ? നിങ്ങൾക്ക് വല്ല സർട്ടിഫിക്കറ്റും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. അല്ല, മതമാറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. മതമാറ്റ സർട്ടിഫിക്കറ്റ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇയാൾ എക്സ് മുസ്ലിങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. അത് വേറെ കാര്യം. അപ്പൊ ഇത് ഒരാൾ പറഞ്ഞതല്ല തെളിവ്. പിന്നെ എന്താ തെളിവ്? പിന്നെ എങ്ങനെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ആരിഫ് ഹുസൈനെ പോലെയുള്ള, അതേപോലെ തന്നെ ജബ്ബാറിനൊക്കെ പോലെയുള്ള ഇവിടെയുള്ള വെറുപ്പുൽപാദകർ, ഈ വെറുപ്പുൽപാദകർ എക്സ് മുസ്ലിം ആണെന്നുള്ളതിന് എന്താ തെളിവ് നമ്മുടെ കയ്യിലുള്ളത്? ആ തെളിവ് തന്നെയാണ് ഈ പറഞ്ഞ ഭീകരവാദി എക്സ് മുസ്ലിം ആണെന്നുള്ളത്. ഇവിടെയുള്ള ആരിഫ് ഹുസൈൻ നമ്മൾ നോക്കുമ്പോൾ എക്സ് മുസ്ലിം അങ്ങനെ മനസ്സിലാകുന്നത്. അയാൾ നിരന്തരം യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറി പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ മറ്റാളും ചെയ്യുന്നുണ്ട്. അതും 1-2 വർഷമല്ല, 20 വർഷത്തോളമായി ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എക്സ് മുസ്ലിങ്ങളെ ഇവിടുന്നും ഗൾഫിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്, അതിനുവേണ്ടി മരിക്കാനും തയ്യാറാവുകയാണ്. ഇതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ് വേണ്ടത്? അപ്പൊ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇയാളാണെങ്കിൽ എക്സ് മുസ്ലിമുമാണ്. അയാൾ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എക്സ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അങ്ങനെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന ജർമ്മനിക്കെതിരാണ് എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടും രവീന്ദ്രന് രവിമൂർച്ച സമ്മതിക്കുന്നില്ല എന്ത്? അത് എക്സ് മുസ്ലിം ആണെന്ന് സമ്മതിക്കാൻ അല്ലേ? ഇനി മാത്രമല്ല, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ രവീന്ദ്രൻ അവസാനം ചോദിക്കുന്ന ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ, ആരിഫ് ഇന്നലെ ചോദിച്ച മാതിരിയുള്ള $1 മില്യൺ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ കേട്ടോളൂ. ഈ എസ് മുസ്ലിമിന് എന്താണ് അയാളുടെ ഡോക്ടറിനോ അയാളുടെ വിശ്വാസമോ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു കൊന്നു കഴിഞ്ഞാൽ
സ്വർഗം കിട്ടും, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, അല്ലെങ്കിൽ അത് ദീനിന്റെ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണെന്ന് ഒരു എക്സ് മുസ്ലിം ചിന്തിക്കില്ല. ഇപ്പൊ അയാൾ എക്സ് മുസ്ലിം അല്ല, അത് ഈവൻ ഇഫ് ഹി ക്ലെയിംസ് ടു ബി സോ. എക്സ് മുസ്ലിമിന് ഇത് ചെയ്താൽ സ്വർഗം കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ പരലോകം ഇതൊന്നും ഇല്ലല്ലോ എന്നാണ്. എക്സ് മുസ്ലിമിന് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളത് അയാളുടെ ട്വീറ്റിൽ തന്നെ ഉണ്ട്. കാരണം അയാൾ പറയുന്നത് വെച്ചാൽ അയാള് ജർമ്മനിയെ സേവ് ചെയ്യാൻ, അയാള് ഈ ലോകത്തെ രക്ഷപ്പെടുത്തുക. എന്ത്? ഈ ഭീകരപ്രവർത്തനത്തിലൂടെ. എന്താണ് ആ ഭീകരപ്രവർത്തനത്തിലൂടെ അയാൾ ഉദ്ദേശിക്കുന്നത്? ഇന്നലത്തെ നമ്മുടെ രവീന്ദ്രന്റെ തട്ടിപ്പ് പിടിച്ച വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ ജർമ്മൻ അതോറിറ്റി ഇസ്ലാമിനെ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. ആ ഇസ്ലാമിനെ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ കൂടുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് അപകടകരമാണ്. അത് അപകടകരമായതുകൊണ്ട് തന്നെ അതിൽ നിന്നും ജർമ്മനിയെ തടയാൻ വേണ്ടിയാണ് ആ ജർമ്മൻ അതോറിറ്റിക്കെതിരായി ഞാൻ ഭീകരപ്രവർത്തനം ചെയ്യുന്നത് എന്നാണ് അയാൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോ ഇതന്നെയാണ് ഈ നമ്മുടെ നാട്ടിലുള്ള എക്സ് മുസ്ലിങ്ങളും ഇസ്ലാമോഫോബുകളും രവിചന്ദ്രൻ അടക്കമുള്ള രവിമൂർച്ച അനുഭവിക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം. അതായത് മുസ്ലിങ്ങൾ ഈ നാടിന് അപകടകരമാണ്, ഇസ്ലാം അപകടകരമാണ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരാളുടെ തലയിൽ കയറിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ രക്ഷിക്കാൻ സ്വർഗം കിട്ടുമെന്ന് ചോദിച്ചില്ലേ, ഇവരെ സ്വർഗതാണ്. അതായത് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ഭീകരപ്രവർത്തനം നടത്തി ഞാൻ പിടിയിലായാലും കുഴപ്പമില്ല, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതാണ് ഇവരുടെ മോട്ടീവ്. ആ മോട്ടീവ് ഉള്ളവരാണ് ഇവിടെയുള്ള ഇസ്ലാമോഫോബുകൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഈ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കല്ലേ, നിങ്ങൾ മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കല്ലേ. ആ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഭീകരവാദികൾ ഉണ്ടാകും. കേരളത്തിലടക്കം നമുക്കിനി എങ്ങനെയാണ് നിർഭയത്വത്തോടുകൂടി ഒരു ഓണച്ചന്തയിലേക്ക് കയറി ചെല്ലാൻ പറ്റുക? ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് കയറി ചെല്ലാൻ പറ്റുക? എങ്ങനെയാണ് നിർഭയത്വത്തോടുകൂടി ഒരു ഈദ് ആഘോഷിക്കാൻ പറ്റുക? പറ്റില്ല. കാരണം എന്താ ചോദിച്ചാൽ ഇവിടെയുള്ള എക്സ് മുസ്ലിങ്ങളും ഇസ്ലാമോഫോബുകളും 24 മണിക്കൂറും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ജർമ്മനിയിലുള്ള ഡോക്ടർ ചെയ്തതുപോലെ. അങ്ങനെ പ്രചരിപ്പിച്ചാൽ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാകും. എന്ത്? ഇങ്ങനെ ഈ മുസ്ലിങ്ങളെ നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഗവൺമെന്റുകളെ നശിപ്പിച്ചാൽ, അവർക്കെതിരായി ഭീകരാക്രമണങ്ങൾ നടത്തിയാൽ അത് ഞാൻ ചെയ്യുന്ന ഒരു സേവനമാണ് എന്ന് ചിന്തിക്കുന്ന എക്സ് മുസ്ലിങ്ങളും ഇസ്ലാമോഫോബുകളും ഉണ്ടാകുന്നു. അതാണ് പ്രശ്നം. അതാണ് ഇതിന്റെ അടിസ്ഥാന വേര് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഈ വെറുപ്പുൽപാദനം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അത് നിങ്ങൾ ഓഫാക്കണം എന്ന് നമ്മൾ പറയാൻ കാരണം അതാ. പിന്നെ രവീന്ദ്രൻ ചോദിക്കുന്ന, അല്ലെങ്കിൽ രവീന്ദ്രൻ ഇടക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം വെച്ചാൽ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് ഈ പറഞ്ഞ ആക്രമണം നടത്തിയിട്ടുള്ളത്. ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. അപ്പൊ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻസിനെ മാത്രം ആക്രമിക്കാനുള്ള എന്തോ ആണെന്നുള്ള രൂപത്തിൽ. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻസ് മാത്രമല്ല ഉണ്ടാവുക, അവിടെ എല്ലാവരും ഉണ്ടാവും. ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമല്ല. ഈ എക്സ് മുസ്ലിങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാളതിങ്ങനെ വലിയൊരു ആർഗ്യുമെന്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എക്സ് മുസ്ലിങ്ങൾ തന്നെ മറുപടി പറഞ്ഞ് ചീറ്റിപ്പോയൊരു സാധനമാണ്. അത് രവീന്ദ്രൻ ഇനിയും കൊണ്ടുവന്നിട്ട് നാറാൻ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് രവീന്ദ്രനോട് പറയാനുള്ളത്. അത് എക്സ് മുസ്ലിങ്ങൾ തന്നെ പറയുന്നത് കേട്ടോളൂ. മാർക്കറ്റ് തെരഞ്ഞെടുത്തതിനുള്ള മോട്ടീവ് ഒന്ന് ആലോചിച്ചോക്കെ. ക്രിസ്ത്യാനികളോടുള്ള വിരോധം ഇയാൾക്ക് എവിടുന്ന വരുന്നത്? അത് മതത്തിൽ വരുന്നത്. അല്ലല്ല, ക്രിസ്ത്യാനിയോട് വിരോധം ഉണ്ടാവുന്നത് അത് ജസ്യം അതല്ല എന്റെ റീസൺ. കാര്യം ഈ ക്രിസ്മസ് മാർക്കറ്റുകൾ ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം തന്നെ ഈ ചന്ത പോലെ തുറന്ന മാർക്കറ്റുകളാണ്. അവിടെയാണ് മനുഷ്യർ കൂടുന്നത്. അവിടെ വാഹനങ്ങൾ അനുവദിക്കില്ല, വാഹനങ്ങളെല്ലാം മെയിൻ സ്ട്രീറ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും. ഇൻഫാക്ട് മോസ്റ്റ് യൂറോപ്യൻ സിറ്റീസ് ആഴ്ചയിൽ 1-2 ദിവസം ചന്ത ദിവസമുണ്ട്. പച്ചയ്ക്ക് ചന്ത ദിവസം. അതായത് നിങ്ങൾ ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കുകയോ, കൊച്ചു ചെറുകിട വ്യവസായികൾ വന്ന് അവിടെ കച്ചവടം നടത്തുന്ന പരിപാടി, വിച്ച് ഇസ് ഒരു എന്താ പറയാ നല്ലൊരു അറ്റ്മോസ്ഫിയർ കൂടിയാണ്. അവിടെ മനുഷ്യരും ഫാമിലീസും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം വന്ന് അവിടെ കച്ചവടം നടത്താം. മുനിസിപ്പാലിറ്റിക്ക് ചെറിയൊരു ട്രേഡ് ലൈസൻസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. പക്ഷെ മറ്റേ വലിയ സൂപ്പർ മാർക്കറ്റുകളുടെ അത്ര ചെലവില്ലാതെ കാര്യങ്ങൾ, ചെറിയ കച്ചവടങ്ങൾ നടത്തിയിട്ട് അവർ പോകും. അവരാഴ്ചയിൽ ഒരിക്കൽ മാത്രം കച്ചവടം നടത്തും. അവിടെ അതാണ് നടന്നിരുന്നത്. അല്ലാതെ ക്രിസ്മസ് ക്രിസ്ത്യാനികൾ മാത്രം വരുമെന്ന് പറഞ്ഞാൽ അത് അതല്ല അവിടുത്തെ വിഷയം. അപ്പൊ ഏതായാലും ഇനി ആ ചീറ്റിപ്പോയ പടക്കം കൊണ്ട് ഇനി വരേണ്ടതില്ല. മാത്രമല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇത് വെറും കേവലം മുസ്ലിങ്ങളെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജർമ്മൻ സ്റ്റേറ്റിനെതിരായിട്ടാണ്. കുറച്ച് നിരപരാധികളായ ജർമ്മനിക്കാരെ കൊന്നിട്ടാണെങ്കിലും, അത് ക്രിസ്ത്യൻസോ മുസ്ലിംസോ ആരായിക്കോട്ടെ, ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും ഈ ഇസ്ലാം സ്പ്രെഡ് ചെയ്യുന്ന, അതായത് ഇസ്ലാമിനെ വ്യാപിക്കാൻ സഹായിക്കുന്ന ഈ പറഞ്ഞ ജർമ്മനിക്കെതിരായിട്ട് എന്ത് ചെയ്യണം, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇയാളുടെ വാദം. എന്ന് വെച്ചാൽ റാൻഡം ആയിട്ടുള്ള കുറച്ച് നിരപരാധികളെ കൊന്ന് ജർമ്മനി എന്ത് ചെയ്യണം, ഈ അപകടം മനസ്സിലാക്കണം. ജർമ്മനി ഇസ്ലാമിനെ സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിന് വ്യാപിക്കാൻ അവസരം കൊടുക്കുന്നു. ആ അവസരം കൊടുക്കുന്നതിൽ നിന്നും ജർമ്മനി പിൻവാങ്ങണം. ഇതാണ് ഇയാളുടെ ആവശ്യം. അതിന് ക്രിസ്ത്യൻസിനെ
എന്നുള്ളതല്ല, മറിച്ച് ഒരു റാൻഡം ആയിട്ടുള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്യണം, കൊല്ലണം. ഇതാണ് ഇയാളുടെ ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻസിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിചാരിക്കേണ്ടതില്ല. റാൻഡം ആയിട്ടുള്ള കുറച്ച് നിരപരാധികളെ കൊല്ലുക എന്നുള്ളതാണ് ഇയാളുടെ ഉദ്ദേശം. അത് ഇയാൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഇയാൾ എന്തുകൊണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ജർമ്മനിക്കെതിരായ ഒരു യുദ്ധമാണിത്. ജർമ്മനി മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വ്യാപിക്കാൻ സഹായിക്കുന്നു, അതുകൊണ്ട് ജർമ്മനിക്ക് ഞാൻ പണി കൊടുക്കും. അതെങ്ങനെയാണ്? ജർമ്മൻ നിരപരാധികളെ കൊന്നുകൊണ്ട്. ഇതാണ് ഇയാളുടെ ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചീറ്റിപ്പോയ പടക്കങ്ങളുമായി ഇനി വരേണ്ടതില്ല എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. അപ്പൊ ഏതായാലും ഈ രൂപത്തിൽ പച്ചയായി ഒരു എക്സ് മുസ്ലിം നടത്തിയിട്ടുള്ള ഒരു ഭീകര പ്രവർത്തനം, അത് എന്തിന്റെ പേരിൽ? ഇസ്ലാമോഫോബിയ തലയിൽ കയറിയതിന്റെ പേരിൽ, മുസ്ലിം വിരുദ്ധത തലയിൽ കയറിയതിന്റെ പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ എക്സ് മുസ്ലിങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വെറുപ്പ് തലയിൽ കയറി മത്തുപിടിച്ച് ഭ്രാന്തായി ഒരാൾ നടത്തിയിട്ടുള്ള ഒരു ഭീകരാക്രമണം, അതിനെ ആ ഭീകരാക്രമണത്തിന്റെ മെറിറ്റിൽ എടുത്തുകൊണ്ട് അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള വെറുപ്പുൽപാദനങ്ങൾ തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ ജർമ്മനി കുറ്റക്കാരാണ്, ഇന്ത്യ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വെറുപ്പുൽപാദനത്തിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. രവിചന്ദ്രൻ ആദ്യം നടത്തിയ തട്ടിപ്പിന് ഒരു വിശദീകരണം വന്നിട്ടില്ല, ഒരു മാപ്പും പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഇന്ന് നടത്തിയിട്ടുള്ള വളരെ ഭീകരമായ തട്ടിപ്പ്, അതിനും മാപ്പ് പറയുന്നു നമുക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എല്ലാ നെഗറ്റീവിലും ഒരു മുസ്ലിം ഇടുക, എല്ലാ പോസിറ്റീവിലും മുസ്ലിം അല്ലാതാക്കുക. അതുകൊണ്ടാണ് ഇയാൾ കുറച്ചൊരു പോസിറ്റീവാണ്, കുറച്ച് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഇബ്നു സീന എന്ന് പറഞ്ഞ മുസ്ലിം ശാസ്ത്രജ്ഞനെ പിടിച്ച് ഇയാളെ എത്തിസ്റ്റാക്കി. കുറച്ചധികം നെഗറ്റീവ് ഇടാൻ പറ്റുന്ന ആള് അത് മുസ്ലിം അല്ലെങ്കിലും പിടിച്ച് ഇയാൾ മുസ്ലിം ആക്കും. അതുകൊണ്ടാണ് ചെങ്കിസ് ഖാനെ പിടിച്ച് മുസ്ലിം ആക്കിയത്, ഈ പറഞ്ഞ എക്സ് മുസ്ലിം ഭീകരനെ പിടിച്ച് മുസ്ലിം ആക്കാൻ നോക്കുന്നത്. ഇങ്ങനെ എല്ലാ മോശം കാര്യങ്ങളിലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും, എല്ലാ നല്ല കാര്യങ്ങളെയും ഇസ്ലാം അല്ലാത്തവരെയും പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു മെന്റൽ ഓർഗാസം, ഒരു രവിമൂർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നാസ്തികരും എക്സ് മുസ്ലിങ്ങളും ഒന്ന് റീതിങ്കിങ്ങിന് വിധേയമാക്കാൻ ഈ ഒരു സംഭവം കാരണമാകണം എന്നുള്ളതാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. അത്തരക്കാരായ ആളുകൾ അത്തരം സമീപനങ്ങളിൽ നിന്നും പിന്മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ ഇത്തരം പ്രചാരണങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.